ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലൂടോക്സ് ക്രീം വീട്ടിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും നല്ലതാണ്. അതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസൊക്കെ നമുക്ക് എൻ്റെ ഫേസ് നല്ല നീറ്റായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ റൈസ് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. അപ്പൊ ഇനി ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം, ഒരു ജെൽ കൺസിസ്റ്റൻസി വരുന്നത് വരെ. ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചെടുക്കാം. അപ്പൊ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കാം. അപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം ഒരു 5 മിനിറ്റ്സ്. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മസാജ് ചെയ്യാം. അപ്പോൾ ഞാൻ 5 മിനിറ്റ്സ് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഫേസ് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇതുപോലെ ചെയ്യുക. ഡെയിലി ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരെ. അതുവരെ ബൈ.